നമസ്കാരം. പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ പ്രതിരോധത്തിന് മുന്നിൽ തകർന്നടിയുകയായിരുന്നു. പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം നിലകൊണ്ട് ഇന്ത്യയുടെ കോപത്തിന്റെ ചൂട് അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങി. കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്നു ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം പുറത്തുവിട്ടു. പാകിസ്ഥാന്റെ റംഹിയാർ ഖാൻ വ്യോമതാവളം തകർത്തതിന്റെ വീഡിയോയും പുറത്തുവിട്ടിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ S-400 എന്ന സുദർശൻ ചക്ര എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പാകിസ്ഥാനുമായുള്ള കൊമ്പ് കോർക്കലിൽ വ്യക്തമായ കാര്യമാണ്. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകളെ തവിടുപൊടിയാക്കിയത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൂടെയായിരുന്നു. ഇതിൽ വല്ലിയട്നായി നിന്നത് S-400 ആയിരുന്നു. ഇതിനൊപ്പം കട്ടകിൽ നിന്ന് പോരാടിയത് തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സംവിധാനവുമായിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയതിൽ നിർണായക റോൾ ഇന്ത്യൻ നിർമ്മിതമായ ഈ മിസൈൽ സംവിധാനത്തിനുണ്ട്. അതിർത്തി സംഘർഷഭരിതമായപ്പോൾ മുതൽ കൂടുതൽ ആകാശ് ആന്റി മിസൈലുകൾ ഇന്ത്യ വിന്യസിച്ചിരുന്നു. പഞ്ചാബിലും ജമ്മുവിലുമാണ് ആകാശ് മിസൈൽ വിന്യാസം നടത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ മിസൈൽ ശരിക്കും പ്രവർത്തിക്കുകയും ചെയ്തു. ശത്രുവിനെ ആകാശത്ത് വെച്ച് നിഗ്രഹിച്ചു എന്നാണ് സൈനിക മേധാവിമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ നിർണായക റോൾ വഹിച്ചത് ആകാശ് മിസൈലായിരുന്നു. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിപ്പിക്കാവുന്നതുമാണ് ആകാശ് മിസൈൽ സംവിധാനം. ഇത് വികസിപ്പിച്ചത് കേന്ദ്ര പ്രതിരോധ ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പ്രഹ്ലാദ് രാമറാവു ആണ്. റഷ്യൻ നിർമ്മിത S-400 ഉൾപ്പെടെയുള്ള മറ്റു പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പമാണ് ആകാശം നിർണായക ദൗത്യത്തിൽ പങ്കുചേർന്നത്. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ആകാശ് നിർമ്മിച്ചത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് പ്രധാനമായും ആകാശിന്റെ ചുമതല. ഇതിന്റെ പൂർണ്ണ സംവിധാനം മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ വിന്യസിച്ചിരുന്നു. ഹ്രസ്വദൂര മിസൈൽ സംവിധാനമായ ആകാശിന് കരയിൽ നിന്ന് 20 കിലോമീറ്റർ ഉയരപരിധി വരെയുള്ള ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. ഓരോ മിസൈലിനും 20 അടി നീളവും 710 കിലോഗ്രാം ഭാരവുമുണ്ട്. ഓരോ മിസൈലിനും 60 കിലോഗ്രാം വരെയുള്ള ആയുധം വഹിക്കാനാകും. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് മൾട്ടി സെൻസർ ഡേറ്റ പ്രോസസ്സിംഗും സാധ്യമാണ്. ഇത് ഒരേ സമയം ഒന്നിലധികം വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. ഈ സംവിധാനത്തിന് നൂതനമായ സംവിധാനങ്ങളും ക്രോസ് കൺട്രി മൊബിലിറ്റിയും ഉണ്ട്. റിയൽ ടൈം മൾട്ടി സെൻസർ ഡാറ്റ പ്രോസസ്സിംഗും ഭീഷണി വിലയിരുത്തലും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനും സഹായിക്കുന്നു. മുഴുവൻ സംവിധാനവും വഴക്കമുള്ളതും അപ്സ്കെയിൽ ചെയ്യാവുന്നതുമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. കൂടാതെ ഗ്രൂപ്പ് ഓട്ടോണമസ് മോഡുകളിൽ പ്രവർത്തിപ്പിക്കാനും കഴിയും. 15 കൊല്ലം മുൻപായിരുന്നു ആകാശ് പിറവിയെടുത്തത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിവസമെന്നാണ് ആകാശ് അതിർത്തിയിൽ അതിൻ്റെ ദൗത്യം നിർവഹിച്ചപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ രാമറാവു പ്രതികരിച്ചത്. തൻ്റെ കുഞ്ഞ് കൃത്യമായും സുന്ദരമായും ശത്രുവിൻ്റെ പറക്കും ആയുധങ്ങളെ വെടിവെച്ചിരുന്നത് കാണുമ്പോൾ സന്തോഷത്താൽ തൻ്റെ കണ്ണുകൾ ഈറനണിയുന്നതായി അദ്ദേഹം NDTVയോട് പ്രതികരിച്ചിരുന്നു. പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു ആകാശിന്റെ പ്രകടനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് സൈനിക ഉദ്യോഗസ്ഥരും ശരിവെക്കുകയാണ്. ആകാശ് പദ്ധതിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു ഡോക്ടർ രാമറാവു. മിസൈൽ മാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഡോക്ടർ രാമറാവുവിനെ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഇന്ത്യൻ സേനയുടെ ആവശ്യപ്രകാരമാണ് തൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ആകാശ് വികസിപ്പിച്ചതെന്നും അദ്ദേഹം ഓർമ്മിച്ചു. അടുത്തിടെ ആകാശ് മിസൈലിനായി 6000 കോടി രൂപയുടെ കരാറാണ് അർമേനിയ ഇന്ത്യയുമായി ഒപ്പുവെച്ചത്. അതേസമയം പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഇന്ത്യ വിജയകരമായി ചെറുത്തു എന്നാണ് ഇന്ന് സംയുക്ത സേന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് പാക് ഡ്രോൺ ആക്രമണങ്ങളെല്ലാം തന്നെ തടുത്തത്. ബഹുതല AD സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഉപയോഗിച്ചതായി AK ഭാരതി പറഞ്ഞു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം, വിശേഷിച്ചും ആകാശ് മിസൈൽ സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും എയർ മാർഷൽ പറഞ്ഞു. ചൈന നിർമ്മിത PL-15 എയർ ടു എയർ മിസൈൽ അടക്കം പാകിസ്ഥാൻ ഉപയോഗിച്ചു. പക്ഷേ അതിനൊന്നും തന്നെ ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി തന്നെ ചേർത്തു. പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സേന പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച പ്രദേശങ്ങളുടെ വീഡിയോകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു.